പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചനവായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് 323 ദിവസം. നമ്മുടെ വചനവായന പദ്ധതിയിലെ അവസാനത്തെ ടൈം പീരീഡായ തിരുസഭ എന്ന ഈ വായനാ കാലഘട്ടത്തിലെ 323 ദിവസത്തിലാണ് നമ്മൾ. ഇന്നത്തെ വായനാ ഭാഗങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 2, റോമാലേഖനം അധ്യായങ്ങൾ 2, 3, സുഭാഷിതങ്ങൾ 26 അധ്യായം വാക്യങ്ങൾ 27, 28. വചനം നമുക്ക് വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 2. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. പെന്തക്കോസ്തായുടെ ദിവസം ആഗതമായപ്പോൾ അവരെല്ലാവരും ഒരേ സ്ഥലത്ത് ഒരുമിച്ചായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ ഇരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നി പോലുള്ള വിഭജിക്കപ്പെട്ട നാവുകൾ അവർക്ക് കാണപ്പെട്ടു. ഓരോന്ന് ഓരോരുത്തരുടെയും മേൽ ഇറങ്ങി വന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവാൽ നിറഞ്ഞു. ആത്മാവ് അവർക്ക് പ്രഘോഷിക്കാൻ വരം കൊടുത്തതനുസരിച്ച് അവർ മറ്റ് ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴുള്ള സകല ജനതകളിലും നിന്ന് ഭക്തരായ യഹൂദർ ജെറുസലേമിൽ പാർക്കുന്നുണ്ടായിരുന്നു. ആ ശബ്ദമുണ്ടായപ്പോൾ ആളുകൾ ഒരുമിച്ച് കൂടുകയും താന്താങ്ങളുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരക്കുകയും ചെയ്തു. പരിഭ്രമിച്ചും അത്ഭുതപ്പെട്ടും അവർ പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലയരേ? നാമെല്ലാവരും നാം ഓരോരുത്തരുടെയും മാതൃഭാഷയിൽ കേൾക്കുന്നതെങ്ങനെ? പാർത്തിയക്കാരും മേദിയക്കാരും എലാമിയക്കാരും മെസപ്പൊട്ടോമിയൻ നിവാസികളും യൂദയായിലും കപ്പദോക്യയിലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായിലും പാംഫീലിയായിലും ഈജിപ്തിലും സൈറീൻ്റെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദ മതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ നാം ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ അവർ പറയുന്നത് നമ്മുടെ ഭാഷകളിൽ കേൾക്കുന്നല്ലോ. ഇതിൻ്റെ എല്ലാം അർത്ഥമെന്ത് എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും പരിഭ്രമിക്കുകയും ആശങ്കപ്പെടുകയും ചെയ്തു. എന്നാൽ മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു, പുതുവീഞ്ഞുകൊണ്ട് ലഹരി പിടിച്ചവരാണവർ. പത്രോസിൻ്റെ പ്രസംഗം. പത്രോസ് 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി അവരെ അഭിസംബോധനം ചെയ്തു. യൂദയക്കാരെ, ജെറുസലേമിലെ സകല നിവാസികളെ, ഇത് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. കാരണം ഇത് ദിവസത്തിൻ്റെ 3-ാം മണിക്കൂറാണ്. മറിച്ച് ജോയേൽ പ്രവാചകൻ പറഞ്ഞ കാര്യമാണിത്. ദൈവം അരുൾ ചെയ്യുന്നു, അന്തിമദിനങ്ങളിൽ എല്ലാ ജഡങ്ങളുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് തീർച്ചയായും ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധർ തീർച്ചയായും സ്വപ്നങ്ങൾ കാണും. ആ ദിവസങ്ങളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ പകർന്നു നൽകും. അവർ പ്രവചിക്കുകയും ചെയ്യും. മുകളിൽ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ നൽകും. രക്തവും അഗ്നിയും ധൂമപടലവും. കർത്താവിൻ്റെ മഹനീയവും പ്രഭാപൂർണവുമായ ദിനം വരുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായി മാറും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ആരും രക്ഷപ്പെടും. ഇസ്രായേലിലെ ഈ വചനങ്ങൾ കേൾക്കുവിൻ. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന പോലെ ദൈവം അവൻ വഴി നിങ്ങളുടെ ഇടയിൽ താൻ പ്രവർത്തിച്ച വൻ കാര്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് നസറായനെ, യേശുവിനെ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു. ദൈവത്തിൻ്റെ സുനിശ്ചിതമായ പദ്ധതിയും പൂർവ്വജ്ഞാനവുമനുസരിച്ച് ഏൽപ്പിക്കപ്പെട്ട ഇവനെ നിങ്ങൾ നിയമരഹിതരുടെ കൈകളാൽ കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ ദൈവം അവനെ മരണത്തിൻ്റെ യാതനകളിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ അതിൻ്റെ പിടിയിലായിരിക്കുക അസാധ്യമായിരുന്നു. ദാവീദ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്താവിനെ സദാ എൻ്റെ മുമ്പിൽ ദർശിച്ചിരുന്നു. ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലത്തുവശത്തുണ്ട്. ഇത് നിമിത്തം എൻ്റെ ഹൃദയം ആഹ്ലാദിച്ചു, എൻ്റെ നാവ് ആനന്ദിച്ചു. മാത്രമല്ല എൻ്റെ ശരീരം പ്രത്യാശയിൽ വസിക്കും. എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല. ജീവൻ്റെ വഴികൾ അവിടുന്ന് എന്നെ അറിയിച്ചു. അവിടുത്തെ സാന്നിധ്യത്താൽ എന്നെ ആഹ്ലാദം കൊണ്ട് നിറയ്ക്കും. സഹോദരരെ, ഗോത്രപിതാവായ ദാവീദിനെക്കുറിച്ച് നിങ്ങളോട് ധൈര്യപൂർവ്വം പറയാൻ എന്നെ അനുവദിക്കുക. അവൻ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അവൻ്റെ കല്ലറ ഈ ദിവസം വരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. അവൻ പ്രവാചകനായിരുന്നതിനാൽ
തൻ്റെ സന്തതികളിൽ ഒരുവനെ തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കുമെന്ന് ദൈവം അവനോട് ശപഥം ചെയ്തു പറഞ്ഞു എന്ന് അവൻ അറിഞ്ഞു. അതുകൊണ്ടാണ് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല, അവൻ്റെ ശരീരം ജീർണത കണ്ടുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ ഉത്ഥാനം മുൻകൂട്ടി ദർശിച്ചുകൊണ്ട് അവൻ പറഞ്ഞത്. ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. ഞങ്ങളെല്ലാവരും ഇതിന് സാക്ഷികളാണ്. ദൈവത്തിൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെട്ട് പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം സ്വീകരിച്ച അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു. അത് നിങ്ങളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ദാവീദ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തില്ല, എങ്കിലും അവൻ പറയുന്നു, കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുക. അതിനാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ഭവനം മുഴുവനും ഉറപ്പായി അറിയട്ടെ. ആദിമ ക്രൈസ്തവ സമൂഹം ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ പക്കലേക്ക് വിളിക്കുന്ന ഏവർക്കും ഉള്ളതാണ്. അവൻ മറ്റ് പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിനെന്ന് അവരെ ഉപദേശിക്കുകയും ചെയ്തു. അവൻ്റെ വചനം സ്വീകരിച്ചവർ സ്നാനപ്പെട്ടു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർക്കപ്പെട്ടു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥനകൾ എന്നിവയിൽ സ്ഥിരതയോടെ നിന്നിരുന്നു. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. വിശ്വസിച്ചവരെല്ലാം ഒരുമിച്ചായിരുന്നു. എല്ലാം അവർക്ക് പൊതുവായിരുന്നു. അവർ തങ്ങളുടെ വസ്തുവകകളും സ്വത്തുക്കളും വിറ്റുകിട്ടിയത് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ അനുദിനം വിശ്വസ്തയോടെ ദേവാലയത്തിൽ ചെലവഴിക്കുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ആനന്ദത്തോടും ഹൃദയലാളിത്യത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും ജനം മുഴുവൻ്റെയും പ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. റോമ അധ്യായം 2. ദൈവത്തിൻ്റെ ന്യായവിധി. ആകയാൽ അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അപരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് കുറ്റം വിധിക്കുന്നത്. എന്തെന്നാൽ വിധിക്കുന്ന നീയും അവ തന്നെ ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ വിധി സത്യാനുസൃതമാണെന്ന് നമുക്കറിയാം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഓടിയൊളിക്കാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നുവോ? അതോ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ദയ അറിയാതെ അവിടുത്തെ ദയയുടെയും സഹിഷ്ണുതയുടെയും ക്ഷമയുടെയും സമ്പന്നത നീ നിസാരമാക്കുകയാണോ? എന്നാൽ ദൈവത്തിൻ്റെ നീതിവിധി വെളിപ്പെടുന്ന ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും മാനസാന്തരപ്പെടാത്തതുമായ ഹൃദയനിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വെക്കുകയാണ്. എന്തെന്നാൽ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, സ്വാർത്ഥമതികളായി സത്യമനുസരിക്കാതെ തിന്മയ്ക്ക് വഴങ്ങുന്നവർക്ക് ക്രോധവും കോപവും. തിന്മ പ്രവർത്തിക്കുന്ന ആർക്കും, ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും, ഞെരുക്കവും ദുരിതവും ഉണ്ടാകും. എന്നാൽ നന്മ പ്രവർത്തിക്കുന്ന ആർക്കും, ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും, മഹത്വവും ബഹുമാനവും സമാധാനവും ഉണ്ടാകും. എന്തെന്നാൽ ദൈവത്തിന് മുഖം നോട്ടമില്ല. നിയമമില്ലാതിരിക്കെ പാപം ചെയ്തവരെല്ലാം നിയമമില്ലാതെ തന്നെ നശിക്കും. നിയമമുണ്ടായിരിക്കെ പാപം ചെയ്തവർ നിയമത്താൽ വിധിക്കപ്പെടും. നിയമം ശ്രവിക്കുന്നവരല്ല ദൈവസമക്ഷം നീതിമാന്മാർ, മറിച്ച് നിയമം അനുവർത്തിക്കുന്നവരാണ് നീതിമൽക്കരിക്കപ്പെടുന്നത്. നിയമമില്ലാത്ത ജനതകൾ നിയമത്തിൻ്റെ കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ അനുവർത്തിക്കുമ്പോൾ നിയമമില്ലെന്നിരിക്കലും അവർ തങ്ങൾക്ക് തന്നെ ഒരു നിയമമായി തീരുകയാണ്. തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിയമത്തിൻ്റെ പ്രവൃത്തി അവർ സ്പഷ്ടമാക്കുന്നു. അവരുടെ മനസാക്ഷി അതിന് സാക്ഷ്യം നൽകുന്നു. അവരുടെ വൈവിധ്യമാർന്ന വിചാരങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയോ ന്യായീകരിക്കുകയോ ചെയ്യുന്നു. എൻ്റെ സുവിശേഷമനുസരിച്ച് ദൈവം ക്രിസ്തു യേശു വഴി മനുഷ്യരുടെ രഹസ്യങ്ങൾ വിധിക്കുന്ന ദിവസം തന്നെ ആയിരിക്കുമത്. യഹൂദരും നിയമവും. നീ യഹൂദനെന്ന് വിളിക്കപ്പെടുന്നു, നിയമത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തിൽ അഭിമാനം കൊള്ളുന്നു. നീ നിയമം പഠിച്ചിട്ടുള്ളതിനാൽ ദൈവഹിതം അറിയുകയും ശ്രേഷ്ഠമായത് അംഗീകരിക്കുകയും ചെയ്യുന്നു. നീ അന്ധന്മാർക്ക് വഴികാട്ടിയും
അന്ധകാരത്തിലുള്ളവർക്ക് പ്രകാശവും അജ്ഞർക്ക് ശിക്ഷകനും കുട്ടികൾക്ക് അധ്യാപകനുമാണെന്ന് നിനക്കുറപ്പുണ്ട്. ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും മൂർത്തരൂപം നിയമത്തിലൂടെ നിനക്കുണ്ടല്ലോ. എങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ നിന്നെ തന്നെ പഠിപ്പിക്കാത്തതെന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ദേവാലയം കവർച്ച ചെയ്യുന്നോ? നിയമത്തിൽ അഭിമാനിക്കുന്ന നീ നിയമലംഘനം വഴി ദൈവത്തെ അപമാനിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജനതകളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നീ നിയമം അനുവർത്തിക്കുന്നെങ്കിൽ പരിച്ഛേദനം പ്രയോജനപ്രദമാണ്. നിയമം ലംഘിക്കുന്നെങ്കിലോ നിന്റെ പരിച്ഛേദനം അപരിച്ഛേദനമായിത്തീരുന്നു. അതുകൊണ്ട് അപരിച്ഛേദിതർ നിയമത്തിൻ്റെ അനുശാസനങ്ങൾ പാലിക്കുന്നെങ്കിൽ അവരുടെ അപരിച്ഛേദനം പരിച്ഛേദനമായി പരിഗണിക്കപ്പെടുകയില്ലേ? നിയമഗ്രന്ഥവും പരിച്ഛേദനവും ഉണ്ടായിട്ടും നിയമം ലംഘിക്കുന്ന നിന്നെ ശരീരത്തിൽ അപരിച്ഛേദിതനെങ്കിലും നിയമം പാലിക്കുന്നവൻ കുറ്റം വിധിക്കും. എന്തെന്നാൽ ഒരുവൻ ബാഹ്യമായല്ല യഹൂദനായിരിക്കുന്നത്, ശരീരത്തിൽ ബാഹ്യമായതല്ല പരിച്ഛേദനം. ഒരുവൻ ആന്തരികമായാണ് യഹൂദനായിരിക്കുന്നത്. പരിച്ഛേദനം അരൂപിയിൽ ഹൃദയത്തിൻ്റേതാണ്, അക്ഷരാർത്ഥത്തിലല്ല. അവൻ്റെ പ്രശംസ മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. റോമാലേഖനം അധ്യായം 3. ദൈവനീതി. അപ്പോൾ യഹൂദന് കൂടുതൽ എന്തുണ്ട്? അല്ലെങ്കിൽ പരിച്ഛേദനം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? എല്ലാവിധത്തിലും വളരെയുണ്ട്. ഒന്നാമത്, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഫലമേൽപ്പിക്കപ്പെട്ടത് അവർക്കാണ്. എങ്കിലെന്ത്? ചിലർ അവിശ്വസിച്ചെങ്കിൽ അവരുടെ അവിശ്വസ്തത ദൈവത്തിൻ്റെ വിശ്വസ്തത ഇല്ലാതാക്കുമോ? ഒരിക്കലുമില്ല. എല്ലാ മനുഷ്യരും വ്യാജം പറയുന്നവരായാലും ദൈവം സത്യവാൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നിന്റെ വാക്കുകളാൽ നീ നീതിമൽക്കരിക്കപ്പെടും, വിചാരണ ചെയ്യപ്പെടുമ്പോൾ നീ വിജയിക്കും. എന്നാൽ നമ്മുടെ അനീതി ദൈവനീതിയെ സ്ഥിരീകരിക്കുന്നെങ്കിൽ നാം എന്തു പറയും? മാനുഷികമായ രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മേൽ ക്രോധം ചൊരിയുന്ന നീതിയില്ലാത്തവനാണോ ദൈവം? ഒരിക്കലുമല്ല. ആണെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? എൻ്റെ അസത്യം വഴി ദൈവത്തിൻ്റെ സത്യം അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നെങ്കിൽ എന്തിന് ഞാൻ ഇനിയും പാപിയെന്ന് വിളിക്കപ്പെടണം? അപ്പോൾ നന്മയുളവാകാൻ വേണ്ടി തിന്മ ചെയ്തുകൂടെ എന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നതായി ഞങ്ങളെപ്പറ്റി ചിലർ ദൂഷണം പറയുന്നുണ്ട്. ഇവർക്കുള്ള ശിക്ഷാവിധി ഉചിതമത്രേ. എല്ലാവരും പാപികൾ. അപ്പോഴെന്ത്? നമുക്ക് വല്ല മേന്മയുമുണ്ടോ? ഇല്ല, അശേഷമില്ല. എന്തെന്നാൽ യഹൂദരും ഗ്രീക്കുകാരുമെല്ലാം പാപത്തിന് അധീനരാണെന്ന് നമ്മൾ മുമ്പേ കുറ്റപ്പെടുത്തിയതാണല്ലോ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നീതിമാൻ ആരുമില്ല, ഒരുവൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനാരുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റിപ്പോയി, ഒന്നടങ്കം പ്രയോജനരഹിതരായി. ദയ കാണിക്കുന്നവനില്ല, ഒരുവനുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അവർ തങ്ങളുടെ നാവ് വഞ്ചനയ്ക്കുപയോഗിക്കുന്നു. അവരുടെ അധരങ്ങൾക്ക് കീഴെ സർപ്പവിഷമുണ്ട്. അവരുടെ വായ് ശാപവും കയ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവരുടെ പാദങ്ങൾ രക്തം ചൊരിയാൻ വെമ്പുന്നു. അവരുടെ വഴികളിൽ നാശവും ദുരിതവും. സമാധാനത്തിൻ്റെ വഴി അവർക്കറിഞ്ഞുകൂടാ. അവരുടെ കൺമുമ്പിൽ ദൈവഭയമില്ല. നിയമം അനുശാസിക്കുന്നതെല്ലാം നിയമത്തിന് കീഴുള്ളവരോടാണ് പറയുന്നതെന്ന് നമുക്കറിയാം. ഇതെല്ലാ അധരങ്ങളും നിശബ്ദമാക്കപ്പെടാനും ലോകം മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കുന്നതാകാനും വേണ്ടിയാണ്. എന്തെന്നാൽ നിയമത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരാളും അവിടുത്തെ സന്നിധിയിൽ നീതിമൽക്കരിക്കപ്പെടില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് അറിവുണ്ടാകുമെന്നേയുള്ളൂ. നീതിമൽക്കരണം വിശ്വാസത്തിലൂടെ. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കുമുള്ളതാണ്. ഒരു വ്യത്യാസവുമില്ല. കാരണം എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വമില്ലാത്തവരായി. അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതിമൽക്കരിക്കപ്പെടുന്നു. വിശ്വാസത്താൽ അവൻ്റെ രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു നൽകി. ദൈവം തൻ്റെ ക്ഷമയിൽ മുൻ പാപങ്ങൾ അവഗണിച്ചുകൊണ്ട് തൻ്റെ നീതി സ്പഷ്ടമാക്കി. തൻ്റെ നീതിയും താൻ നീതിമാനാണെന്നതും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതിമൽക്കരിക്കുന്നവനാണെന്നതും ഇക്കാലത്ത് സ്പഷ്ടമാക്കാനാണിത്. അതുകൊണ്ട് നമ്മുടെ വമ്പ് പറച്ചിലെവിടെ? അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഏത് നിയമത്താൽ? പ്രവൃത്തികളുടേതോ? അല്ല, വിശ്വാസത്തിൻ്റെ നിയമത്താൽ. എന്തെന്നാൽ നിയമത്തിൻ്റെ പ്രവൃത്തികൾ കൂടാതെ തന്നെ വിശ്വാസത്താൽ മനുഷ്യൻ നീതിമൽക്കരിക്കപ്പെടുന്നെന്ന് നാം കണക്കാക്കുന്നു. ദൈവം യഹൂദരുടേത് മാത്രമാണോ? ജനതകളുടേതുമല്ലേ? അതെ, ജനതകളുടേതുമാണ്. എന്തെന്നാൽ ദൈവം ഏകനാണ്. അവിടുന്ന് വിശ്വാസത്താൽ പരിച്ഛേദിതരെയും വിശ്വാസത്താൽ അപരിച്ഛേദിതരെയും നീതിമൽക്കരിക്കും. ആകയാൽ
വിശ്വാസത്താൽ നാം നിയമത്തെ ഇല്ലാതാക്കുകയാണോ? ഒരിക്കലുമല്ല, നിയമത്തെ ഉറപ്പിക്കുകയാണ്. സുഭാഷിതങ്ങൾ അധ്യായം 26, വാക്യങ്ങൾ 27-28. കുഴി കുഴിക്കുന്നവൻ തന്നെ അതിൽ വീഴും, താനുരുട്ടുന്ന കല്ല് തന്നിലേക്ക് തന്നെ തിരിയും. കാപട്യത്തിൻ്റെ നാവ് തൻ്റെ ഇരകളെ വെറുക്കും, പ്രീണിപ്പിക്കുന്ന വായ് നാശമുണ്ടാക്കും. സ്നേഹപിതാവേ, ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സുവിശേഷ വായനയ്ക്ക് ശേഷം അപ്പസ്തോലിക രചനകളിലൂടെ ഞങ്ങളുടെ വായന കടന്നു പോകുമ്പോൾ ക്രിസ്തു ആരാണ് എന്ന്, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ മൂല്യമെന്താണ് എന്ന് ആഴത്തിൽ തിരിച്ചറിയാനുള്ള ദാഹത്തോടെ ഞങ്ങൾ ഈ വചനവായനയിൽ പങ്കെടുക്കുന്നു. പിതാവേ, അപ്പസ്തോലന്മാരുടെ ഹൃദയം ഈശോ തുറന്നതുപോലെ വചനത്തിനായി ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാപികളാണ് എന്ന സത്യം അംഗീകരിക്കാനും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കാനും കർത്താവെ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനവായനയിൽ ഇപ്പോൾ എനിക്കൊപ്പം ചേരുന്ന എല്ലാ മക്കളെയും വ്യക്തിപരമായി അവിടുന്ന് സന്ദർശിക്കണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിത നിലവാരം ആത്മീയമായി വളരെ ഉയർന്നതാകാൻ അങ്ങ് സഹായിക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, 323 ദിവസത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന വചനങ്ങളിലൂടെ ഏകാഗ്രതയോടെ കടന്നു പോകണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പസ്തോലിക രചനകളാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം. അപ്പസ്തോലന്മാർ ക്രിസ്തുവിനെ മനസ്സിലാക്കിയ വിധത്തിലാണ് തിരുസഭ യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അടിസ്ഥാന വിശ്വാസ സത്യങ്ങളിലുള്ള കലർപ്പില്ലാത്ത ധാരണ, തെളിമയുള്ള ധാരണ രൂപപ്പെടാൻ ഈ അപ്പസ്തോലിക രചനകളിലൂടെയുള്ള നമ്മുടെ വായന നമ്മെ സഹായിക്കും. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ തിരുസഭയുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നതായി നമ്മൾ കാണുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ആഴത്തിന് മുകളിൽ ചലിച്ചുകൊണ്ടിരുന്ന, വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പോലെ, അത് ആദിമ സൃഷ്ടിക്ക് കാരണമായതുപോലെ ഇവിടെ ഇപ്പോൾ എല്ലാം ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ പുനഃസൃഷ്ടിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ്, അതേ പരിശുദ്ധാത്മാവ് ഈ പുനഃസൃഷ്ടിയുടെ മേൽ പരിവർത്തിക്കുന്നത്, ആവസിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒരു സമാന്തര വായനയായി മാറുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നത്, എല്ലാം ഉരുവാകുന്നതും നവീകരിക്കപ്പെടുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ മാത്രമാണ് എന്ന സത്യം ഒരിക്കൽ കൂടി നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അപ്പസ്തോലനായ പത്രോസ് മറ്റ് 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് തിരുസഭയിലെ ആദ്യത്തെ സുവിശേഷ പ്രഘോഷണം നടത്തി. ഇത് കേട്ടപ്പോൾ അവരുടെ ഹൃദയം നുറുങ്ങി. ദേ വേ കട്ട് ടു ദ ഹാർട്ട് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ. അവരുടെ ഹൃദയം 2ആയി പിളർന്നു. എന്താണ് കേൾവിക്കാരൻ്റെ ഹൃദയം പിളരാനിടയാക്കിയത്, ഹൃദയം മുറിയാനിടയാക്കിയത്? അത് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടപ്പോഴാണ്. സുവിശേഷത്തിന് മാത്രം കഴിയുന്ന ഒരു ഫലപ്രാപ്തിയാണിത്. സുവിശേഷത്തിന് മാത്രം കഴിയുന്ന ഒരു നേട്ടമാണിത്. മനുഷ്യൻ്റെ ഹൃദയത്തെ കീറിമുറിക്കുന്ന സത്യങ്ങളുടെ ബോധ്യപ്പെടുത്തൽ സുവിശേഷ പ്രഘോഷണത്തിലൂടെ മാത്രമേ സംഭവിക്കൂ. അതുകൊണ്ട് നമ്മൾ പ്രഘോഷിക്കുന്നത് ക്രിസ്തുവിനെക്കുറിച്ചാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടണം. ക്രിസ്തുവിനെക്കുറിച്ചാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. നിർമ്മലമായ സുവിശേഷ സത്യങ്ങൾ പ്രഘോഷിച്ചാൽ മാത്രമേ മനുഷ്യൻ്റെ ഹൃദയം മുറിക്കപ്പെടുകയുള്ളൂ. ലോകത്തിൻ്റെ സുവിശേഷം, അഭിവൃദ്ധിയുടെ, പ്രോസ്പെരിറ്റിയുടെ സുവിശേഷം, ഈ ലോകത്തിലെ നേട്ടങ്ങൾ കൂടുതൽ കൈവരിക്കുന്നതിനും ലോകത്തിലെ കഷ്ടങ്ങൾ മാറുന്നതിന് സഹായിക്കുന്ന ഒരു സുവിശേഷം, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, ഒരുപക്ഷെ ഒരു പരിധിവരെ മനുഷ്യൻ്റെ ആർത്തികളെ തൃപ്തിപ്പെടുത്തുന്ന സുവിശേഷം, ഇതൊന്നും ഒരാളുടെയും ഹൃദയത്തെ കീറിമുറിക്കില്ല. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ മനുഷ്യൻ്റെ ആത്മാവിന് സംഭവിച്ച നീതീകരണത്തെയും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലൂടെ മനുഷ്യന് ലഭിച്ച ആത്മീയ നന്മകളെയും ഒരു മനുഷ്യൻ ക്രിസ്തുവിൻ്റേതായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ബോധ്യപ്പെടുത്തുന്ന നിർമ്മലമായ സുവിശേഷത്തിന് മാത്രമേ മനുഷ്യൻ്റെ ഹൃദയത്തെ കീറിമുറിക്കാൻ കഴിയൂ. ആദിമസഭയുടെ 4 തൂണുകളെ നമ്മൾ ഈ വായനയിൽ കണ്ടെത്തി. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, പ്രാർത്ഥന, അപ്പം മുറിക്കൽ. ഈ 4 കാര്യങ്ങളാണ് ഒരു സഭയെ സഭയാക്കി മാറ്റി ഒരു സഭയെ ആദിമസഭയുടെ നൈർമല്യത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന 4 പ്രധാനപ്പെട്ട പില്ലറുകൾ, തൂണുകൾ. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ
2-ാം അധ്യായം പറയുന്നത് മനുഷ്യൻ്റെ മനോഭാവത്തിൽ, മനുഷ്യൻ്റെ മനസ്സിൽ, മനുഷ്യൻ്റെ ഉള്ളിലുള്ള പാപത്തെക്കുറിച്ചാണ്. 1-ാം അധ്യായം പറഞ്ഞത് മനുഷ്യൻ പ്രവർത്തിക്കുന്ന പാപങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ വിജാതീയരുടെ ഇടയിൽ നിലനിൽക്കുന്ന പാപങ്ങളെക്കുറിച്ചാണ്. 2-ാം അധ്യായം പറയുന്നത് മനോഭാവത്തിലുള്ള ഉള്ളിലുള്ള പാപം, യഹൂദരെയാണ് ഈ അധ്യായം പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും പാപികളാണ് എന്ന സത്യം സ്ഥാപിക്കുന്നതിന് മുമ്പായി 2-ാം അധ്യായത്തിൽ യഹൂദരും വിജാതീയരെ പോലെ തന്നെ പാപികളാണ് എന്ന സത്യമാണ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പാപികളാണ് എന്ന സത്യം മറച്ചു പിടിച്ചുകൊണ്ട് അനുദപിക്കാതിരിക്കുന്നതിനെ കത്തോലിക്ക മതബോധനത്തിൽ സിൻ ഓഫ് പ്രസംഷൻ എന്ന വാക്കുകൊണ്ട് വിശദീകരിക്കാറുണ്ട്. സിൻ ഓഫ് പ്രസംഷൻ എന്ന് പറഞ്ഞാൽ കർത്താവ് കരുണയുള്ളവനാണ്, ദൈവം ക്ഷമിച്ചുകൊള്ളും എന്ന് പറഞ്ഞ് പാപം ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണത്. അതാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ന ചോദ്യമാണ് അപ്പോസ്തലൻ ഉയർത്തുന്നത്. അങ്ങനെ പാപത്തെ ഗൗരവമായി എടുക്കാതെ ദൈവം കരുണയാണ് എന്ന അവബോധത്തിൽ പാപത്തിൽ തുടർന്നാൽ ആസന്നമാകുന്നത് ക്രോധമാണെന്നും ക്രോധം സംഭരിച്ചു വെക്കുകയാണെന്നും അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും പാപികളാണ്, ഒരു മനുഷ്യനും സ്വയം നീതീകരിക്കാൻ കഴിയില്ല, ദൈവം യഹൂദരുടെയും വിജാതീയരുടെയും ദൈവമാണ്, അതുകൊണ്ട് അവിടുന്ന് എല്ലാവരെയും നീതീകരിക്കുന്നത് 2 പേർക്കും പൊതുവായ മറ്റൊരു മാനദണ്ഡം കൊണ്ടാണ്. അതാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത രക്ഷാകര കാര്യങ്ങളിലുള്ള വിശ്വാസമാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഒരു മനുഷ്യനെ നീതീകരിക്കുന്നത്. അതവൻ്റെ നിയമത്തിൻ്റെ അനുഷ്ഠാനം മൂലമല്ല, യഹൂദമതത്തിലെ ചില അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ക്രിസ്തു എന്ന വ്യക്തിയിലുള്ള വിശ്വാസമാണ് ഒരാളെ നീതീകരിക്കുന്നത് എന്നാണ് 3-ാം അധ്യായത്തിൻ്റെ പ്രമേയം. എല്ലാവരും പാപികളാണ് എന്ന സത്യം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് യേശുവിൻ്റെ വില കുറെ കൂടി ആസ്വദിക്കാൻ കഴിയും. നമുക്ക് ക്രിസ്തുവിനെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം ഈശോ പറഞ്ഞ ഒരു വചനമുണ്ട്: ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. മനുഷ്യൻ്റെ ഏറ്റവും മാരകമായ രോഗമാണ് പാപം. ആ പാപത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്, ഞാൻ രോഗിയാണ് എന്ന തിരിച്ചറിവാണ്, എനിക്ക് അനാരോഗ്യമുണ്ട് എന്ന ആ ആത്മാ നിരീക്ഷണമാണ് ഒരാൾക്ക് വൈദ്യനായ യേശുവിനെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അയാളുടെ യോഗ്യത. അതുകൊണ്ട് പാപബോധം ഇല്ലാത്ത ഒരു തലമുറയ്ക്ക് ക്രിസ്തു പ്രധാനപ്പെട്ട ഒരാളെ ആയി മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഞെരുക്കത്തിൻ്റെയും വിലാപത്തിൻ്റെയും അന്തരീക്ഷത്തിലേക്കാണ്, ആ കാലിത്തൊഴുത്തിലേക്കാണ് യേശു പിറന്നു വീഴുന്നത്. അനുഗ്രഹീതമായൊരു ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നാളെ വീണ്ടും ഈ വചനാസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്കെത്താൻ ഞാൻ കാത്തിരിക്കുന്നു. അതുവരെ സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.